ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ നാളെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം. തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമെടുക്കും. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും. രാഹുലിനെ എംഎൽഎ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിൽ സർക്കാർ നിയമോപദേശം തേടും. ഞങ്ങളുടെ പ്രതിനിധികൾ ഷിജോ കുര്യൻ ഒപ്പം റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. ആദ്യം ഷിജോ കുര്യനിലേക്കാണ്. ഷിജോ, ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ, ഈ 2 കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വന്നത്. അതിലിപ്പോൾ കോടതി നാളെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കണം കോടതിയിൽ എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷമാകും കസ്റ്റഡി അപേക്ഷയിലുള്ള തീരുമാനം. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിലും അത് ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെയാണ് അത് പരിഗണിക്കുക എന്നൊരു ചോദ്യമാണല്ലോ കോടതി ഉന്നയിച്ചത്. കോടതിയിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? അതെ അനുജ, ഇതിനകത്ത് തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപിന് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 അപേക്ഷകളാണ് വന്നത്. അതിലൊന്ന് കസ്റ്റഡി അപേക്ഷ, പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ, മറ്റൊന്ന് പ്രതിഭാഗത്തിന്റെ ജാമ്യാപേക്ഷ. ഇതിനകത്ത് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ 7 ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് SIT കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അത് പരിഗണിക്കുന്ന കോടതി പറഞ്ഞത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കാൻ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഇപ്പോൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാളെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും ഈ പറയുന്ന SITയുടെ കസ്റ്റഡി അപേക്ഷയിൽ ഒരു തീരുമാനമെടുക്കുക. കസ്റ്റഡി നിലവിൽ SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 7 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വേണം. കാരണം വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. രാഹുലിന്റെ ഡിജിറ്റൽ ഡിവൈസ്, മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തണമെങ്കിൽ അതിന് 7 ദിവസത്തെ സാവകാശമെങ്കിലും വേണം. അതിനകത്ത് 7 ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ വേണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ഇന്നിപ്പോൾ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് പരിഗണിച്ച കോടതി നാളെ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ എത്തിച്ചതിന് ശേഷം എത്ര ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടണം എന്നുള്ള കാര്യം തീരുമാനിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജഡ്ജ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപായിരുന്നു ഇതിനകത്ത് പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്തത്. അതിനപ്പുറത്തേക്ക് രാഹുലിന് വേണ്ടി ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം വാദിച്ചത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഇത് കോടതിയിൽ നിലനിൽക്കുന്ന കേസല്ല, ഇതിനകത്ത് രാഹുലിന് ജാമ്യം നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. ഒരു തരത്തിലും രാഹുൽ ഇതിനകത്ത് തെറ്റുകാരനല്ല, യുവതിയാണ്, മുറി ബുക്ക് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് സമർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ജാമ്യാപേക്ഷയിൽ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്തുള്ള ഒരു വാദത്തിലേക്ക് പ്രതിഭാഗം പോയിട്ടില്ല. കാരണം ജാമ്യാപേക്ഷ നൽകുക എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത്തരം കേസുകളിൽ മേൽക്കോടതിയാണ് ജാമ്യം നൽകേണ്ടത്. സ്വാഭാവികമായിട്ടും നാളെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം എത്ര ദിവസത്തേക്ക് ഈ പറയുന്ന കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷയിനകത്തൊരു തീരുമാനം. ജാമ്യാപേക്ഷ പരിഗണിക്കണമെങ്കിൽ തന്നെ അതിനകത്ത് പോലീസിന്റെ റിപ്പോർട്ട് കൂടി കിട്ടേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഇതുവരെ പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിലേക്ക് വന്നിട്ടില്ല. അത് കിട്ടാതെ എങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കും, അതിനകത്ത് എങ്ങനെ ഒരു വാദം നടക്കും എന്നുള്ള ചോദ്യം മജിസ്ട്രേറ്റ് പ്രതിഭാഗത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അത്തരം നടപടികൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ ജാമ്യ ഹർജി പരിഗണിക്കാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ അത് എപ്പോഴാണ് ഇനി ആ നടപടി ഉണ്ടാവുക എന്ന് നമുക്കറിയാൻ കഴിഞ്ഞോ? അനുജ, സ്വാഭാവികമായിട്ടും ഈ പ്രതിഭാഗം അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള വിഷയങ്ങളിൽ മജിസ്ട്രേറ്റ് കോടതിക്കകത്ത് ജാമ്യം നൽകുന്നതിനകത്ത് ചില പരിമിതികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനപ്പുറത്തേക്ക് ജില്ലാ കോടതിയിലേക്ക് പോയി അവിടുന്ന് വളരെ ഈസി ആയിട്ട് രാഹുലിന് ജാമ്യം കിട്ടുന്ന കാര്യങ്ങളാണ് നിലവിൽ പ്രതിഭാഗം പറയുന്നത്. നിലവിൽ ഇതേ സമാനമായിട്ടുള്ള ഒരു കേസിൽ ബെയിലബിളായിട്ട് ബെയിൽ കിട്ടിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഇത്തരം ഒരു കേസിനകത്ത് പിന്നെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി, അതൊക്കെ പല കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കോടതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പ്രതിഭാഗം പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ജില്ലാ കോടതിയിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് രാഹുലിന് ജാമ്യം ലഭിക്കാവുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് പ്രതിഭാഗം ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശക്തമായിട്ടുള്ള വാദം ഈ പറയുന്ന ജാമ്യത്തിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കാതിരുന്നത്. പക്ഷേ ജാമ്യാപേക്ഷയിൽ ഒരു വാദം നടക്കണമെങ്കിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട് കൂടി മജിസ്ട്രേറ്റിന് മുമ്പാകെ വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് മജിസ്ട്രേറ്റിന് മുമ്പാകെ പോലീസിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ആ ഒരു കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷയിൽ വാദം നടത്താൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് മജിസ്ട്രേറ്റ് സ്വീകരിച്ചത്. അങ്ങനെ എന്തായാലും അതിനകത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് പോയിട്ടുള്ളത്. അതുപ്രകാരം പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നാളെ രാവിലെ 11 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. കസ്റ്റഡി ആവശ്യം 7 ദിവസത്തേക്കാണ്. ഒരു 3 ദിവസമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് പരമാവധി വേഗം നടത്തേണ്ടതുണ്ട്. ഒപ്പം മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. എന്താണ്
എന്താണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത് നാളെ അറിയാൻ കഴിയും. പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു കോടതി. നാളെ 11 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.